നമ്മുടെ ലോക സിനിമ ഇറങ്ങി അത് കേരളത്തിന് പുറത്തും ജനശ്രദ്ധ പിടിച്ചു പറ്റിയപ്പോൾ തമിഴ് മീം പേജുകളിൽ ഞാൻ വളരെ ഫ്രീക്വന്റ് ആയി കണ്ടൊരു സംഗതി ഉണ്ടായിരുന്നു. അതായത് നമുക്കുമുണ്ടൊരു സൂപ്പർ ഹീറോ, അതിനെ നമ്മൾ കുറച്ചുകൂടി വലിയൊരു വിജയമാക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല പോസ്റ്റുകൾ. അപ്പൊ ഈ പോസ്റ്റുകളിൽ അത്രയും പറഞ്ഞിരിക്കുന്നത് 2023 ഇറങ്ങിയ ശിവകാർത്തികേയൻ ചിത്രം മാവീരനെ പറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പടം ഇറങ്ങിയതായും അതിലെ അനിരുദ്ധ് പാടിയ ഒരു പാട്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ പടം ഞാൻ കണ്ടിരുന്നില്ല. എന്നാൽ ഇവരുടെ ഈ പോസ്റ്റൊക്കെ കണ്ട ശേഷം എനിക്കതൊന്ന് കാണാൻ തോന്നി. ആൻഡ് ഇതിലെ പോസ്റ്ററുകളിലെ ശിവകാർത്തികേയന്റെ ലുക്കൊക്കെ വെച്ച് എനിക്ക് മനസ്സിലായത് ഇതൊരു പക്ഷെ മിന്നൽ മുരളി പോലൊരു സിനിമയായിരിക്കും. കാരണം നായകന് സാധാരണക്കാരിൽ സാധാരണക്കാരന്റെ ലുക്കാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു പ്രത്യേക ശക്തി കിട്ടുന്നതും ശേഷം അതുപോലെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉള്ള ഒരു വില്ലൻ വരുന്നതും ആ വില്ലനിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്നതും ഒക്കെ ആയിരിക്കും കഥ എന്നാണ്. എനിവേസ് അങ്ങനെ ഇതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് പടം കണ്ടു. പക്ഷെ പടത്തിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ശരിയാണ്, സംഗതി ഒരു സാധാരണക്കാരന് ഒരു പ്രത്യേക ശക്തി കിട്ടുന്നതാണ്. പക്ഷേ ഇത് ലോക പോലെയോ മിന്നൽ മുരളി പോലെയോ ഇനി അല്ലെങ്കിൽ സ്പൈഡർമാൻ സൂപ്പർമാൻ പോലെ ഒരു ടെംപ്ലേറ്റഡ് സൂപ്പർ ഹീറോ സ്റ്റൈലിൽ ഇയാൾക്കൊരു ശക്തി കിട്ടിയതിനു ശേഷം അത് വെച്ച് ഇയാൾ നാട് രക്ഷിക്കുന്നതൊന്നുമല്ല. മറിച്ച് ഈ പറഞ്ഞതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമാണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സിനിമ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ആസച്ച് നിങ്ങൾ ഈ സിനിമ പോയി കണ്ടാൽ ഇതൊരു മോശം പടമാണെന്നൊന്നും നിങ്ങൾ പറയില്ല. പക്ഷെ എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇതും ലോക പോലെ കൊണ്ടാടപ്പെടേണ്ട ഒരു സിനിമയാണ്, ആ ഒരു സ്റ്റൈലിലുള്ള സിനിമയാണ് എന്നുള്ള മുൻവിധികളോടുകൂടി കണ്ടതുകൊണ്ടാണ്. എനിവേസ് ഇതൊരു ലോക പോലുള്ള സിനിമ എന്ന മൈൻഡ് സെറ്റ് അങ്ങ് മാറ്റി വെച്ച് ഇത് നമ്മുടെ വിസ്മയത്തുമ്പത്ത് പോലൊരു സിനിമയാണെന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങ് കാണുക. അപ്പൊ നിങ്ങൾക്ക് ഇത് വർക്കാവും.